ഹലോ എവരിവൺ, എൽഹം അക്കാഡമിയുടെ കണ്ടഫർ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ 2025 ഡിസംബർ മാസത്തിലെ ഒരു 5 ഈസി ആയിട്ടുള്ള കണ്ടഫേഴ്സ് പഠിച്ചാലോ. ഡിസംബർ 1 എന്താണ്? വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 2. അവിടെ തന്നെ നിങ്ങൾ ഒരു ചോദ്യം കൂടി ഒന്ന് നോക്കി വെച്ചോളൂ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാ? കേരളം. നമ്മുടെ കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഡിസംബർ 2 നോക്കി. ഇനി ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. അപ്പോൾ 3 ഡേറ്റ്സ് പറഞ്ഞു. ഡിസംബർ 1 എന്താണ്? ഡിസംബർ 2 എന്താണ്? ഡിസംബർ 10 എന്താണ്? ഇത് കൂടാതെ നോട്ട് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഈ 4 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നില്ല. നിങ്ങൾ ആദ്യം തൊട്ട് ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഡിസംബറിൽ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് സംഭവിച്ച വലിയൊരു നഷ്ടമാണ് നടൻ ശ്രീനിവാസൻ സാറിൻ്റെ മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണ്. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രസിദ്ധ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി. നമുക്ക് സംശയമില്ലാതെ പറയാനായിട്ട് പറ്റും, ശ്രീനിവാസൻ സാറാണല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത്, ശ്രീനിവാസൻ സാറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ വടക്ക് നോക്കി യന്ത്ര സിനിമ നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പം ആ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് 1989 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീനിവാസൻ ചിത്രമാണ് വടക്ക് നോക്കി യന്ത്രമെന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്തത് 2025. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഫുട്ബോൾ ലവേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച പ്രസിദ്ധ അർജൻറ്റീനിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. ഓക്കെ, അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. അടുത്തത് ആനന്ദ് അംബാനി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പേരാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യനാണ്. വന്യജീവി സംരക്ഷണത്തിനുള്ള 2025 ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആനന്ദ് അംബാനി. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കണ്ടഫേഴ്സ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക്